വന്ദേമാതരത്തിന്റെ 150-ാം വാർഷിക ചർച്ചയിലും ഏറ്റുമുട്ടി ഭരണപ്രതിപക്ഷാംഗങ്ങൾ. നെഹ്റു വന്ദേമാതരത്തെ തകർക്കാൻ ശ്രമിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ പാർലമെന്റിൽ നടക്കുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കലാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷിക ചർച്ചയ്ക്ക് 10 മണിക്കൂറാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് തുറക്കമിട്ടു. മാതൃരാജ്യത്തിന്റെ പാരമ്പര്യമാണ് വന്ദേ മാതരം എന്ന് പറഞ്ഞ മോദി നെഹ്റുവിനെതിരെ വിമർശനമുയർത്തി. जिस मंत्र ने देश की आजादी के आंदोलन को ऊर्जा दी थी, उस वंदे मातरम का पुण्य स्मरण करना इस सदन में हम सबका ये बहुत बड़ा सौभाग्य है. നെഹ്റു ജീവിച്ചതും മരിച്ചതും ഇന്ത്യക്ക് വേണ്ടിയാണെന്ന് പ്രിയങ്ക ഗാന്ധി. जितनी देर आपके हमारे प्रधानमंत्री देश के प्रधानमंत्री रहे हैं, उतने ही सालों के लिए जवाहरलाल नेहरू जी जेल में रहे. किस लिए? इस देश की आजादी के लिए. വന്ദേ മാതരത്തോടുള്ള മോദിയുടെ സ്നേഹം ഇപ്പോഴെങ്ങനെ വന്നു എന്ന് KC വേണുഗോപാൽ. ചരിത്രത്തെ വളച്ചൊടിക്കലാണ് ഇവരുടെ മുഴുവൻ പരിപാടി. ഇത് ചരിത്രത്തെ ഡിസ്റ്റോർട്ട് ചെയ്ത് വളച്ചൊടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നരേന്ദ്രമോദിയുടെ. അത് ചെലവാകില്ല. നാളെ രാജ്യസഭയിലും ചർച്ച പുരോഗമിക്കും. വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ വന്ദേ മാതര ചർച്ച ഉയർത്തിയാണ് കേന്ദ്രം പ്രതിരോധിച്ചത്. SIR-മായി ബന്ധപ്പെട്ട ചർച്ചകൾ നാളെയാണ് ലോക്സഭയിൽ നടക്കുക. മീഡിയ 1 ഡൽഹി.